ഗായ്സ് എല്ലാവർക്കും ഹെൽക്കൻസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ വീഡിയോ ചെയ്യാൻ വരാറില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ. ഇപ്പോൾ വീഡിയോന് വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എപ്പോഴും ഞാൻ പോകുമ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കുറേ കമൻറ്റ് വരാറുണ്ട്, ചേട്ടാ ചേച്ചിനെ കൊണ്ടുപോകില്ലേ, പിള്ളേരെ കൊണ്ടുപോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പോണ പോക്കിൽ അതിനൊരു തീരുമാനമാക്കും എന്തായാലും. ഗോഡ്സ് ഗ്രേസ് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വ്ളോഗിലൂടെ ആയിട്ട് പറയാം. ആദ്യം നാട്ടിൽ എത്തട്ടെ എന്ത് ഈ പ്രശ്നം അടിമ വിഷമമുണ്ട് ഗൈസ്. കാരണം അത്രയും ടൈറ്റ് ബുദ്ധിമുട്ടിലാണ്. അതായത് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. പക്ഷെ ചെക്കന്മാർ പെട്ടി നിറക്കുമ്പോൾ എന്ത് ചെയ്യുന്നെങ്കിൽ അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഫുഡ് എന്തെങ്കിലും മേടിക്കണം. ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സമയം ഉണ്ടായില്ലോ. അത് ടിക്കറ്റ് റേറ്റ് ഭയങ്കര ഹൈ ആയിട്ട് ഇന്നലെ ഒന്ന് കുറഞ്ഞേക്കണേ. ഇന്നലെ കുറഞ്ഞ അപ്പം എടുത്തു, പിന്നെ ഒന്നും വാങ്ങിക്കാനൊന്നും സമയം ഉണ്ടായില്ല. അപ്പം ഇനി ഡ്യൂട്ടി ഫ്രീ പോയിട്ട് എന്തെങ്കിലും മേടിക്കണം. പിന്നെ ചെക്കനും ഭാര്യയൊക്കെ ഇങ്ങോട്ട് വരണ കാരണം കൊണ്ട് നമ്മളൊന്നും അധികം വാങ്ങിച്ചിട്ടാണ് പോകണ്ടല്ലോ. ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലൈസൻസ് കിട്ടി, വണ്ടി കിട്ടി, ഫ്ലാറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഫാമിലി വരാൻ വേണ്ടി പോകുന്നു. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വർഷത്തിൽ കുറേയൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇനി പോണ വഴിയിൽ ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്കിലും നാട്ടിലെത്താൻ ഭാര്യനെ മക്കളെ കൊണ്ടുവരിക. അമ്മയുണ്ട് കേട്ടോ, അമ്മയില്ലാണ്ട് വരവടക്കില്ല. ചെക്കൻ ഇത്തിരി പ്രശ്നത്തിലാണ്. അപ്പം അവനെ ഒന്ന് ഒതുക്കണം എന്നുണ്ടെങ്കിൽ അമ്മയില്ലാണ്ട് നടക്കില്ല. ഞാൻ തന്തയാണെങ്കിലും എന്നെ ഒരു വിലയില്ല ഗൈസ്. എന്നെ പേടിയൊന്നുമില്ല. ഞാൻ അങ്ങനെ എന്നെ എങ്ങനെ പേടിപ്പിച്ചാണ് എൻ്റെ അപ്പം വളർത്തിക്കണം. എനിക്ക് അങ്ങനെ പേടിപ്പിച്ച് വളർത്താൻ താല്പര്യമില്ല. നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ തവളത്ത് കൈയിട്ട് നമ്മുടെ അപ്പന്മാർ പണ്ടത്തെ ഒരു തന്ത വൈബൊന്നും എനിക്ക് പറ്റില്ല. നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത് എന്തും ഓപ്പണായിട്ട് പറഞ്ഞ രീതിയിൽ വേണം പോകാൻ. അല്ലാണ്ട് അവരെ പേടിപ്പിച്ച് വളർത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. പാരൻറ്റിങ് ഒക്കെ മാറിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ആകെ ഇത്തിരി പേടിയുള്ളത് അമ്മേനെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം സെറ്റായിട്ട് ബാക്കി വീഡിയോസിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ ഗൈസ്. പിന്നെ പിള്ളേരെല്ലാ ആവശ്യവും നാട്ടിൽ പോകാറുള്ള കേട്ടോ. പ്രത്യേകിച്ച് ഏതപ്പൻ്റെ ഓണപ്പൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി ഒക്കെ വരുമ്പം മാക്സിമം ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം രണ്ടാമത്തെ പിള്ളേർക്ക് എന്താ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കും നടത്താൻ പറ്റിയില്ല. അപ്പോൾ കഷ്ടകാലം എന്ന് പറഞ്ഞ രീതിയിൽ എൻ്റെ അമ്മൂമ്മ പോയി. അപ്പോൾ അതാണ് അവൻ്റെ ബർത്ത്ഡേ പോയി. ഈ വർഷമാണെങ്കിൽ ബർത്ത്ഡേ നടത്തി. ഞാൻ ഗ്രാൻഡായിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അതിന് മുമ്പേ ദുബായിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഗ്രാൻഡായിട്ട് നടത്തണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നാട്ടിലെന്ത് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു 30 days കഴിഞ്ഞാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഡിലേ വന്നു. അത് കാരണം കൊണ്ട് വിസയും ഡിലേ എല്ലാം ഡിലേ. എനിക്ക് അവരെ കൊണ്ട് നേരത്തെ 20-ാം തീയതിക്ക് മുമ്പ് കൊണ്ടുവരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ 20-ാം തീയതിക്ക് മുമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെയായിരുന്നു ഞാൻ ബർത്ത്ഡേ ഉദ്ദേശിച്ചിരുന്നത്, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയും ഏറെക്കുറെ അങ്ങനെയായി. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന രീതിയിൽ പക്ഷേ ഇനി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. എന്നാലും എൻ്റെ ബർത്ത്ഡേ മിസ്സായതിൻ്റെ വിഷമമുണ്ട് കേട്ടോ. എനിക്കാണ് പിള്ളേരെ എന്തെങ്കിലും പരിപാടികൾ മിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കേസല്ല. അവർ ഉള്ളുകൊണ്ട് നമ്മളെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളവിടെ വേണം, അല്ലേ പിന്നെ എന്തുട്ടപ്പനാ എന്ന് അങ്ങനെ എനിക്കത് താല്പര്യമില്ല. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഞാൻ പോയിട്ട് അവനെന്താണോ ബർത്ത്ഡേക്ക് വേണ്ടേ അത് ഞാൻ ചെയ്ത് കൊടുക്കും. അവൻ്റെ ബർത്ത്ഡേക്ക് അവന് എന്ത് ഗിഫ്റ്റ് ആണെങ്കിൽ കൊടുക്കാൻ അവൻ എന്തിട്ടാണ് ചോദിക്കുന്നത്. അവന് JCBയോ അവൻ എപ്പോൾ എന്തെങ്കിലും JCB മാത്രം മതി. അതൊരു വലിയ JCB ഞാൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും ആവട്ടെ, ചെക്കന്മാർ ഹാപ്പിയായിട്ട് നിന്നാൽ മതി. അപ്പം ആ ഒരു വിഷമത്തിലുണ്ട്. ഈ ഒരു എക്സൈറ്റ്മെന്റിന് കൂടെ ടോണിന്റെ ബർത്ത്ഡേ മിസ്സായ ഒരു വിഷമമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കട്ടെ പോണ വഴിക്ക് ഓർക്കുമ്പോൾ ഞാൻ പറയാം. ഗൈസ് അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ ചെക്കന്മാർ മൂടി ശരിയെത്താൻ എയർപോർട്ടിലേക്ക് പോകണമെന്നില്ല, നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴ. എനിക്കാണെങ്കിൽ നല്ല തലവേദനയും. ഞാനൊരു ചായ കുടിച്ചിട്ട് തന്നെ വീട്ടിൽ കയറാൻ ഫുഡ് കഴിക്കാനായിട്ട്. ഇവന്മാർക്ക് കുറച്ച് ചോക്ലേറ്റ് മേടിച്ച് കണ്ടിട്ടുണ്ട്. ചെല്ലുമ്പോഴേക്കും പെട്ടിമ കയറിയിരിക്കുക, അത് വേറെ കാര്യം. പെട്ടിയാണ് മെയിൻ, പപ്പയല്ല മെയിൻ. പക്ഷെ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ചൽ ഗായ്സ് അങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ. ഏതപ്പനെ എത്തി നോക്കണ്ട അവിടെ നിന്ന്. അപ്പൻ്റെ മോളാ എന്തുകൊണ്ട്
പെട്ടിയില്ലെന്ന് പെട്ടി കൊണ്ടില്ല പപ്പ. പപ്പനെ വിളിക്കുമ്പോ പപ്പനെ വേണ്ടെന്നല്ലേ പറയാറ്, അതുകൊണ്ട് പെട്ടി കൊണ്ടുന്നില്ല. പെട്ടി വേണ്ടെന്ന് പറ. പപ്പനെ വേണ്ടെന്നല്ലേ പറയാ, പപ്പനെ വേണമെന്ന് പറയും. പപ്പയ്ക്ക് ഒരു ഉമ്മ, ഡോണ് പപ്പയ്ക്ക് ഒരു ഉമ്മ. ഗൈസ്, അങ്ങനെ പെട്ടി തുറക്കലിന്റെ ഈ പ്രാവശ്യം വിരാമമായി. ഇനിയൊരു പെട്ടി തുറക്കലും അയക്കുന്നതല്ല, ഹാക്കൻ സ്വാമിന്റെ പുതിയ അറിയിപ്പാണ്. ഇനി പെട്ടി തുറക്കൽ ദുബായിലായിരിക്കും അല്ലേ? ഇതിപ്പാ ദുബായി പോണ്ടേ നമുക്ക്? ഡോണ് വേണ്ടില്ല ദുബായിക്ക്? നീ വന്നില്ലടാ? നീ വന്നില്ല ദുബായിക്ക്? വന്നില്ലേ? ആരാ ഫസ്റ്റ് വിമാനത്തിൽ കയറണേ? ഇപ്പൊ ഡോണോ? അപ്പോൾ പൊന്നാരോടെയാ? പൊന്നിന്റെ എന്റെ ഏതിപ്പോ നാണം നോക്ക്. ചുട്ടുമണിയുടെ ഡൂണ് ആരെ കൂടിയാ? അമ്മയുടെ കൂടെ പപ്പയുടെ കൂടിയാ? ആരെ കൂടിയാ? ആരെ കൂടിയാ? അത് അമ്മമാനാ, അതാണ് ഡൂ. ഇത് അവസരോചിതമായി ഇടപെടുന്ന ആളാ. എവിടെയാണ് അവസരോചിതമായിട്ട് ഇടപെടാൻ പറ്റണം അവിടെ നിൽക്കും. ഇവിടെ കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ, അവിടെ ഉണ്ടെങ്കിൽ അവിടെ അല്ലടാ. എന്റെ കൊന്തിന്റെ കൊന്ത എവിടെ? എവിടെ? കൊന്ത പൊട്ടിച്ചു കളഞ്ഞാ? തമ്പുരാനേ. അപ്പൊ ഈ വരവിനൊരു പ്രധാന ലക്ഷ്യം കൂടി ഉണ്ട്. അങ്ങനെ കുടുംബമായിട്ട് നമ്മൾ ദുബായിലേക്ക് ചേക്കേറുകയാണ്. ഞാനും ഏതപ്പനും ഡോണപ്പനും എൻ്റെ ഭാര്യയും പിന്നെ അമ്മയും. ഇനിയുള്ള കളികൾ അങ്ങ് ദുബായിലാണ് അല്ലേ? ഇതിപ്പാ വിമാനത്തിൽ കയറിയോ? ഉറപ്പണോ? ഓടിടക്കോ? ഓടിടക്കരുത് വിമാനത്തില്. വിമാനം ആകാശത്തിലല്ലേ, വിമാനത്തിൽ ഓടിയിടന്നാ വീഴൂലേ? ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ പെട്ടി ഇതിലേത് വേണം? ഏത് വേണം? അത് വേണ്ടാന്ന്, കവറ് വേണ്ടാന്ന്. ഇത് വേണ്ടേ? മിഠായി. ഗൈസ്, കാറ ഇവിടെ നിന്ന് കാറില്ല. ആദ്യ കട പോലെ അത് വേണ്ടാന്ന്. മിഠായി വേണ്ട. ഏതൊക്കെ മിഠായി വേണ്ടേ? മിഠായി വേണ്ടേ? രണ്ടെണ്ണത്തിന് പെട്ടി തുറക്കാനുള്ള കരുതി. പെട്ടി തുറപ്പില്ലെന്ന്. പെട്ടിയിലൊന്നുമില്ല. 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 കാറില്ല അതിനകത്ത്, കാറില്ല. ഗൈസ്, എപ്പോഴും പെട്ടി കൊണ്ടുവരുമ്പോ അതിനകത്ത് ഫുള്ള് ടോയ്സ് ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്രാവശ്യം ഒന്നും കൊണ്ടല്ല, കാരണം നേരെ ഇങ്ങടല്ലേ പോണ്. അതൊന്നും കൊണ്ടല്ല. ഇത് തുറക്കുമ്പോ എന്താവോ? സീനാണ്. മൊത്തം ഷോകായി പോയി, ടൈറ്റ് ആയി പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നാനെ. അവസ്ഥ വളരെ ദയനീയമാണ്, ശോകമാണ്. നാളെ അവിടെ നിന്ന് ലുലുവിന് പോയി മേടിച്ചു കൊടുക്കാം. നാളെ ലുലു പോവാം നമുക്ക്. പപ്പയുടെ കയ്യിലാണ് കീ. ഉള്ളിലേക്ക് ഡോണിയാണോ? ഇതേതപ്പന്റെ കഴിഞ്ഞ പ്രാവശ്യം വലിയ ടോയ്സിനെ പെട്ടില്ല. അങ്ങനെ ഇതിലേക്ക് പിടിച്ചേക്കാം. വെറുതെ തുറന്ന് കാണിച്ചെടുത്തോ. എന്നിട്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും ടോയ്സ് എടുത്ത് വെക്കി. അതിലൊന്നും ഇല്ല. ഏതപ്പാ പെട്ടി തന്നെ വീഴുന്നു. ഏതപ്പന്നെ ഡോണിനുണ്ടേ? അപ്പൊ തരാം. എന്നിട്ടാണോ എന്നെ? ഇതേതപ്പന്നെ? മതിയാ? എന്നിട്ടാ ഇത് മറ്റേ സാധനം ഫിംഗർ
നമുക്ക് പൊട്ടിക്കട്ടെ 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 പൊട്ടിക്കട്ടെ. കൊടുക്കണ്ട പൊട്ടിക്കട്ടെ കൂടെ ബാ. ടേസ്റ്റാ കുറച്ച് തിന്നെ കുറച്ച് കളഞ്ഞു. ഇത് നല്ലോണല്ലേ അത് പൊട്ടിക്കാം. കുറച്ച് കുറച്ച് തിന്നോട്ടെ ബാ കൂടാ. ഒരു വിജിറ്റ് തരില്ല. കുഞ്ഞുകടി കുഞ്ഞുകടി മാറ്റട്ടെ ചോറിനില്ല ഇത് മാത്രം. എടീ പാപ്പ തരും പാപ്പ തരും. അപ്പക്കുമ്മ ഞാൻ പാപ്പയ്ക്കുമ്മ ആ പ്രത്യേക ഒരു ഫീലാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുഞ്ഞുകടി പറഞ്ഞ സുന്ദരി അമ്മയ്ക്ക് കൊടുക്കട്ടെ. ചേട്ടാ ബാക്കിക്ക് ഇറങ്ങിക്ക്. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. നീ വരണ്ട. നീ വന്നാലുള്ള പ്രശ്നം എന്റെ മക്കൾക്ക് ഞാനല്ലേ കൊടുക്കാനുള്ളൂ അല്ലേടാ അല്ലടാ. പെട്ടി തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യുന്ന ആലോചിക്കും. പപ്പയ്ക്ക് ചായ കൊടുക്കാം. വാ പപ്പനോട് ചായ കുടിക്കാൻ പറ. ആ ഇത് പെട്ടി നിർത്താ പപ്പ പുതിയ കാർ. ആരെയും പറ്റിക്കണേ. ഇത് പുതിയതാ. പുതിയതാടാ. പപ്പനോട് ചായ കുടിക്കാൻ പറ. അപ്പൊ വരില്ലേ അപ്പൊ പെട്ടി പൊട്ടിക്കണോ? അത് പൊട്ടിക്കാൻ പറ്റില്ല. അത് പൊട്ടിക്കാൻ പറ്റില്ലെന്ന്. രാവിലെ ഒരു 8:30 മണിയായപ്പോ ഒരു ചായയും ബണ്ണും കഴിച്ച ഇപ്പഴാ കഴിക്കും. 10 മണി 7:30 മണി. ഉച്ചക്ക് ഫ്ലൈറ്റിലൊന്നും കിട്ടില്ല. ഇന്ത്യ പോലെ ഒരു തേങ്ങ ഒരു ഗ്ലാസ് വെള്ളം പോലും നല്ല കഴിച്ചവര് മക്കികള്. കറി എങ്ങനെയുണ്ട്? കറി കൊള്ളാം. ആരുണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ? ഇത്ര ബുദ്ധിമുട്ടുള്ള എനിക്കറിഞ്ഞൂടെ. എന്നാ കഴിക്കേ. കഴിക്കാലോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. കാരണം ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് തന്നെ എല്ലാവരോടും പോയി യാത്ര പറയൽ നടക്കാത്ത കാര്യമായതുകൊണ്ടും ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി അമ്മാമ്മേൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു. അതിനുശേഷം ചാച്ചൻ്റെ തറവാട്ടിൽ പോയി അവിടുത്തെ അമ്മാമ്മേനോടും യാത്ര പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ചാച്ചൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഏതമോൻ എന്ത് ചെയ്താൽ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി അമ്മ വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു നടപടി ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ചാച്ചൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നീ അവിടെ നിന്നോ, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്കും കൂടിയുള്ള ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായെങ്കിലും നമുക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഡിലേ വന്നതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് വിസയും ടിക്കറ്റൊക്കെ റെഡി ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണടച്ച് തുറക്കും മുമ്പേ എല്ലാം റെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇനി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കതൊക്കെ പെട്ടിയിലേക്ക് ആക്കണം. കാരണം ഇത്രയും പേര് പോകണതല്ലേ, പ്രത്യേകിച്ച് പിള്ളേർ പോകുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടാവില്ല. അവരുടേതായിട്ടുള്ള ഡ്രസ്സായാലും മെഡിസിൻസ് ആയാലും അങ്ങനെ കുറേ പിള്ളേർക്കായിരിക്കും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ചെല്ലാം വെച്ചിട്ടുള്ളൂ. ഇനിയൊക്കെ പെട്ടിയിലേക്ക് ആക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര പറയാൻ പോയടത്തു നിന്നൊക്കെ വേഗം പോരാമെന്നുള്ള മൈൻഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് വരുന്നത് ഫ്ലൈറ്റ് വെളുപ്പിന് 5 മണിക്കാണ്. പക്ഷേ ഇതൊക്കെ നടക്കുന്നത് തലേദിവസം രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ. നമുക്കൊരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. 2 മണി 2:30 ആകുമ്പോഴത്തേക്കും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിവിടെ നിന്നത്. അത് കഴിഞ്ഞ് ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പെട്ടിയൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് സാധനങ്ങളൊക്കെ നിറയ്ക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. വേർതിരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് എടുത്ത് വെക്കുമ്പോഴായിരിക്കും വേറെ ഓരോന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണത് കേട്ടോ. അപ്പം ഇനി വെയിറ്റ് കൂടുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എടുത്ത് വെക്കുക. അവസാനം നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് കൂടാണെന്നുണ്ടെങ്കിൽ മാറ്റാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോന്ന് കിട്ടുമ്പോൾ കയറ്റുന്നത് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ 2-3 പെട്ടി കെട്ടിയപ്പോഴത്തേക്കും ആകെ മൊത്തം വേർത്ത് കുളിച്ച് ടയേർഡായിട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ മഴയും നല്ല തണുപ്പും, എന്നിട്ടും ഈ മനുഷ്യൻ ഇങ്ങനെ നിന്ന് വരത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് നേരത്തെ കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട, ഇത്രയും വെപ്രാളം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ പുള്ളിക്കത് ശീലമായി. ആ ലാസ്റ്റത്തെ സമയത്ത് ഇങ്ങനെ ഒന്ന് വെപ്രാളം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു മനോവിഷമമാണ് ചാച്ചന് കേട്ടോ. എന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി തീരുകയും ചെയ്യും. അതാണ് വേറൊരു കാര്യം. നമ്മൾ എത്ര ഹറിബറി കാണിച്ചു കഴിഞ്ഞാലും എല്ലാം ആ ഒരു കറക്റ്റ് സമയത്ത് തീരുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഒരു 3 ട്രോളി ബാഗും പിന്നെ ദേ ഈ ഒരു ബേസ് ബോളിൻ്റെ പെട്ടിയുണ്ട് കൊണ്ടുപോകുന്നത്. ഇത് കെട്ടാനായിട്ട് ഒരു ഇച്ചിരി അല്ല, നല്ല പാടായിരുന്നു. അതിൻ്റെ ഇടയിൽ മാസ്കിൻ ടേപ്പും കഴിഞ്ഞു. പിന്നെ ഇവിടെ തപ്പിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. എന്നുണ്ടെങ്കിൽ ഈ പാതിര നേരത്ത് എവിടെ പോയി തപ്പിയെടുക്കാനാ അല്ലെങ്കിൽ എവിടെ പോയി വാങ്ങാനാ എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ അമ്മ ഓൾറെഡി ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം രക്ഷപ്പെട്ടു. പിന്നെ അതെ ഈ സാധനം ചിറ്റാനായിട്ട് ഇച്ചിരി പാടായിരുന്നു. നമ്മൾ പൊതുവേ സ്റ്റൂളിൻ്റെ മേലെ വെച്ചിട്ട് വട്ടം കറക്കാറാണ് പതിവ്. പക്ഷേ ഈ സ്റ്റൂൾ ഓൾറെഡി ഒടിഞ്ഞിരിക്കണ കാരണം അത് ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് യാച്ചൻ ഇങ്ങനെ കറങ്ങിയിട്ടാണോ ചെയ്യുന്നത്. ഈ കറക്കം മാത്രം നല്ല കറക്കമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പുള്ളിക്ക് തല ഇതായിട്ടോ. എന്നിട്ട് അവിടെ പോയി ഇരിപ്പുണ്ടേ. അപ്പം അതേ ബാക്കി പപ്പ കറക്കാമെന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത്. ഇപ്പം യാച്ചൻ പോയിരുന്ന പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പപ്പയും പോയി ഇരിക്കേണ്ട അവസ്ഥ വരുമോയെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് പൊന്നോ ഇതെന്തുവാ? ട്രാക്ടറാണോ അത്? കൊള്ളാം. ട്രാക്ടർ പോലെ ഇരിക്കണല്ലോ. അടിപൊളി. നിനക്ക് കാണുന്നുണ്ടാ? ഫ്രണ്ട് കാണുന്നുണ്ടാ? ഉണ്ടാ? സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? അയ്യോ അതെന്തേ ഇട്ടാ? ഇനി പൊക്കോ. പതുക്കെ പോണോട്ടാ, പതുക്കെ പൊക്കോളൂ. ബ്രേക്ക് ചവിട്ട്. ബ്രേക്ക് എവിടെ? വണ്ടിയുടെ ബ്രേക്ക് എവിടെ? ചെരുപ്പാ? ഇത്രയും വലിയ തിരക്കിൻ്റെ ഇടയിൽ അവൻ അവിടെ ട്രാക്ടർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വെയിറ്റ് നോക്കാൻ പോലും ചെക്കൻ ഈ ട്രോളി തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബേസ് ബോളിൻ്റെ പെട്ടിയുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലഗേജൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടൊന്ന് വെയിറ്റും കൂടി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇനി ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.